ഗൈസ്, ആൻഡ്രൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. എല്ലാവരും ഓണത്തിൻ്റെ അവധിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുമായിരിക്കും അല്ലേ. ഞങ്ങൾക്കിവിടെ ഓണത്തിൻ്റെ അവധിയൊന്നുമില്ല. കാരണം കേരള ഫെസ്റ്റിവൽ അല്ലേ, കർണാടകക്കാർക്ക് എന്തിനാ ലീവ്. പിന്നെ ഇവിടെ അങ്ങനെ വലിയ ഓണപ്പരിപാടികളൊന്നുമില്ല കേട്ടോ. പിന്നെന്താ, നമ്മുടെ മലയാളി സ്കൂളുകളിലൊക്കെ എല്ലാവരും ഇങ്ങനെ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് വന്ന് പിന്നെ അത്തപ്പൂവൊക്കെ ഇട്ട് അങ്ങനെ ചെറിയ ചെറിയ ഗെയിംസോടെ അന്നത്തെ സെലിബ്രേഷൻ അങ്ങ് തീരും. അല്ലാതെ നമുക്കിവിടെ വലിയ പരിപാടികളോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം ലീവ് കൊടുക്കുകയോ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം ആൻഡ്രൂൻ്റെ അക്കൗണ്ടാന്ന് തോന്നുന്നു. നബിദിനവും ടീച്ചേഴ്സ് ഡേയും ഓണം എല്ലാം കൂടെ ഒരുമിച്ചല്ലേ വന്നേ. അതുകൊണ്ട് തന്നെ അവർക്ക് 4-ാം തീയതി ആയിരുന്നു ടീച്ചേഴ്സ് ഡേ. പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച എല്ലാം ലീവായിരുന്നു. പിന്നെ തിങ്കളാഴ്ച 8 നോമ്പ് ഇരുന്നു. അങ്ങനെ അവർക്ക് 4-5 ദിവസം ഒരുമിച്ച് അടുപ്പിച്ച് ലീവ് കിട്ടും. എന്നാൽ പിന്നെ അവനെ കൊണ്ട് ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങി ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ടിങ്ങനെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോയതാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇച്ചിരി വൈകിയായിരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിയിലെ ഒരു ചെറിയൊരു കാഴ്ചയാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സിറ്റിയിലെത്തിയപ്പോഴത്തേനും ഒരു 6:45-7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം തന്നെ വന്ന സാധനം മേടിച്ചു, ഐസ്ക്രീം മേടിച്ചു, അവന് കൊടുത്തു. ആ സന്തോഷമാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ പോന്നു. പിന്നെ ദേ ഈ കാണുന്നത് നെത്തോലിയാണേ. നമ്മുടെ ഇവിടെയൊക്കെ നെത്തോലി എന്നാണ് പറയുന്നത്. പിന്നെ ചൂടയെന്നും പറയുവേ. നമ്മളിവിടെ വന്നതിൽ പിന്നെ നമുക്കിത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളിത് മേടിച്ചു വറക്കാനിട്ടു. പിന്നെ ആ സമയം കൊണ്ട് ദേ ഈ ആൻഡ്രൂ അമ്മയും കൂടി ആണെങ്കിൽ ചിക്കനുള്ള ഗ്രേവിയൊക്കെ സെക്കൻഡ് മീൻ വറക്കാനിടുന്നത്. ഫസ്റ്റ് ട്രിപ്പ് ഇട്ടത് എന്തെന്ന് പോലും കാണുന്നില്ല. ഇതാണ്ട് കൊണ്ടുപോകുന്നു ഗൈസ്. അങ്ങനെ രണ്ടാമത് എടുത്ത ഫിഷ് ഫ്രൈയുടെ പ്ലേറ്റ് എന്താണ്ട് കാലിയായിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി വെക്കുന്നതല്ല, അത് എവിടെ പോയെന്നറിയത്തില്ല. കണ്ണേതാ കയ്യോടെ പൊക്കിയതാണ്ട് ഇവിടെ ഇരുന്ന് കട്ടിലേ കിടന്നുകൊണ്ട് തിന്നുകൊണ്ടിരിപ്പുണ്ട്. എന്തിനാണ് ഇങ്ങനെ തിന്നുന്നത്? ആദ്യമായിട്ടാ നീ തിന്നുന്നേ? ഭയങ്കര ഇഷ്ടവാ. ഏറ്റവും ഇഷ്ടമുള്ള മീൻ ഏതാ? അവന് ഏറ്റവും ഇഷ്ടം കേട്ടോ നെത്തോലി. ഭയങ്കര ഇഷ്ടമാണ്. മതി മതി. ലാസ്റ്റ് മീൻ ചട്ടിക്കകത്തൊന്നും എടുത്തില്ല കേട്ടോ. ചട്ടിക്കകത്ത് തന്നെ വെച്ചു. പ്ലേറ്റിൽ എടുക്കുമ്പോഴല്ലേ എല്ലാവരും പറക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത് ചട്ടിക്കകത്ത് തന്നെ വെച്ചു. ആ സമയത്ത് ഇതേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തിളച്ചുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അതിലോട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് വെതറി അത് ഇളക്കി അടച്ച് വെച്ച് അങ്ങനെ വൈകിട്ട് ഞാൻ കഴിക്കായിരുന്നു. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു കേട്ടോ, അമ്മ മീനില്ലേ? പിന്നെ മീൻ ഇനി ഇത്ര തിന്നത് പോരാ, ഇനിയിപ്പോൾ ചിക്കൻ കൂട്ടി തിന്നെന്നും പറഞ്ഞ് പിന്നെ ഞങ്ങൾ ചിക്കനൊക്കെ കൂട്ടി തിന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയേ. ടേസ്റ്റ് കൊള്ളാം, കുഴപ്പമില്ല. എന്നാലും 10 രൂപയുടെ അത്രയും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു യുദ്ധക്കളം കഴിഞ്ഞു ക്ഷീണിച്ച് വന്നിരുന്ന പഴം തിന്നുന്ന രംഗമാണ് ഗൈസ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനെന്ത് ചൊറിയാൻ പോയി, അവൻ കയറി മാന്തി, അത്രയേ ഉള്ളൂ. ഈ ബാക്കിൽ ഈ ചെറുപറാന്ന് കേൾക്കുന്ന സൗണ്ട് അതെൻ്റെ അനിയൻ അമ്മയോട് എന്നെക്കുറിച്ച് പരാതി പറയുന്നത്. എനിക്കും അമ്മയ്ക്കും ലഡു എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ലഡു എന്നല്ല, മധുരമുള്ള എല്ലാ സാധനങ്ങളോടും ഒരു വല്ലാത്ത വികാരമാണ്. അപ്പോൾ അത് ഈ ആൻഡ്രൂന് അറിയാം, ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ മുമ്പേ കാണിച്ചില്ലായിരുന്നു, ഒരു ലഡുവിന് 10 രൂപ. അപ്പോൾ ഇവൻ പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നതാ. ഇതിന് ഒരു കവറ് 40 രൂപ. അതിൽ 6 എണ്ണം ഉണ്ട്. അത്യാവശ്യം നല്ല വലുതുമാണ്. 6 എണ്ണത്തിന് 40 രൂപ. എന്നാൽ പിന്നെ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ, ചുമ്മാ ഒന്ന് നടന്നിട്ട് വരാമെന്ന് കരുതി ഇറങ്ങിയതാണ്. എന്നാൽ ഇന്നാണെങ്കിൽ ചന്ത ദിവസമാണ്. അപ്പോൾ പിന്നെ അതെല്ലാം ഒന്ന് കണ്ടിട്ടൊക്കെ വരാമെന്ന് കരുതി ഇറങ്ങിയേക്കുക. പക്ഷേ ഞാൻ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ചന്തയിലെ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തോ എനിക്കൊരു പേടി പോലെ. കാരണം അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെങ്കിലോ എന്നൊക്കെ കരുതി. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ വെച്ച് ഞാൻ പറയും അങ്ങനെ എനിക്കിന്ന് വ്ളോഗ് എടുക്കണം, ഇങ്ങനെ വ്ളോഗ് എടുക്കണം എന്നൊക്കെ പറയും. പക്ഷേ എങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ഒന്നും നടക്കത്തില്ല കേട്ടോ. ഇത് തന്നെ ഞാൻ പമ്മി എടുത്തേ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നടന്നപ്പോഴാണ് അവിടെ ഒരു അപ്പച്ചൻ ഓമിനിയയിൽ ഇതുപോലെ ബേക്കറിയൊക്കെ വിൽക്കുന്നത് കണ്ടേ. എന്നാൽ പിന്നെ അതൊന്ന് പോയി നോക്കിയേക്കാമെന്ന് കരുതി. ഇവിടെ എല്ലാ ടൈപ്പ് ബേക്കറിയും ഉണ്ട്. മുറുക്ക്, ഉപ്പേരികൾ, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്ര മേടിക്കാം. ഇപ്പോൾ 20 രൂപയാണെങ്കിൽ 20 രൂപയ്ക്ക് മേടിക്കാം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ? അത് ചേന വറുത്തതാണേ. പിന്നെ കുറച്ച് മിക്സറും മേടിച്ചു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുമല്ലേ ഈ പെണ്ണിന് തീറ്റി മാത്രമേ ഉള്ളൂ എന്ന്. അതല്ലെന്നേ, തിന്നുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോ എടുക്കാൻ ഓർക്കത്തുള്ളൂ, അതാ കാര്യം.